ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിലെ 2017-2018 നടന്ന മലയാളം വാർഷിക മൂല്യനിർണ്ണയം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. എന്താണ്? ഒന്നാമത്തെ പ്രവർത്തനമാണ് സംഭാഷണം എഴുതാം. നാടൻ ഭക്ഷണങ്ങളെക്കുറിച്ചും പഴയകാല ആഹാര രീതിയെപ്പറ്റിയും സുമ ടീച്ചർ ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിച്ചു. മീനാക്ഷിക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അവൾക്ക് സന്തോഷമായി. കൂടുതൽ അറിയാനായി അയൽ വീട്ടിലെ അമ്മൂമ്മയോട് സംസാരിച്ചപ്പോൾ അവൾക്ക് അതിശയമാണ് തോന്നിയത്. എന്തൊക്കെ തരം ഭക്ഷണങ്ങൾ, എന്തെല്ലാം രീതികൾ! ഈ അമ്മൂമ്മയ്ക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയുമെന്ന് മീനാക്ഷി വിചാരിച്ചിരുന്നതേയില്ല. അമ്മൂമ്മയോട് മീനാക്ഷിക്ക് ബഹുമാനം കൂടി. എന്തൊക്കെയായിരിക്കും അവർ തമ്മിൽ പറഞ്ഞിരിക്കുക? അവരുടെ സംഭാഷണം എഴുതി തയ്യാറാക്കൂ. കൂട്ടുകാരെ, മീനാക്ഷിയും അമ്മൂമ്മയും തമ്മിലുള്ള സംഭാഷണമാണല്ലേ നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. മീനാക്ഷി: അമ്മൂമ്മ സുഖമായിരിക്കുന്നു. അമ്മൂമ്മ: സുഖം തന്നെ മീനാക്ഷി. മീനാക്ഷി: എൻ്റെ സുമ ടീച്ചർ പഴയകാല ഭക്ഷണ രീതികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നിരുന്നു. അമ്മൂമ്മ എന്തൊക്കെയായിരുന്നു പണ്ട് കഴിച്ചിരുന്നത്? അമ്മൂമ്മ എന്താ പറയുന്നത്? ചക്കയും മാങ്ങയുമായിരുന്നു ഞങ്ങളുടെ പ്രധാന ഭക്ഷണം. മീനാക്ഷി: അതുമാത്രം കൂട്ടി ഭക്ഷണം കഴിക്കാൻ കഴിയുമോ? മുത്തശ്ശി: ചക്കയും മാങ്ങയും കൊണ്ട് പലതരം കറികൾ വയ്ക്കാം. മീനാക്ഷി എന്താ ചോദിക്കുന്നത്? അതെന്താ, ഇറച്ചിയും മീനും ഒന്നും ഉണ്ടായിരുന്നില്ലേ? മുത്തശ്ശി: വിശേഷ ദിവസം വല്ലതും വന്നാൽ ചിലപ്പോൾ മീൻ വാങ്ങും. കൂട്ടുകാരും ഇതുപോലെ കോൺവെർസേഷൻ എഴുതുമല്ലോ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. പ്രവർത്തനം 2, ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാം. വള്ളിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോവുന്നിതാ പറന്നമ്മേ എന്ന് തുടങ്ങുന്ന കവിത എഴുതിയ മഹാകവി കുമാരനാശാനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ, ഇല്ലേ കൂട്ടുകാരെ? ഓക്കെ, അദ്ദേഹത്തെക്കുറിച്ച് മറ്റെന്തൊക്കെ അറിയാം? സ്വന്തം കൂട്ടുകാർക്ക് കുമാരനാശാനെ കുറിച്ച് വായിച്ചറിയുവാൻ സഹായകമായ ഒരു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കൂ. ചില വിവരങ്ങൾ താഴെ ചേർത്തിരിക്കുന്നു. എന്തൊക്കെയാണ് കൂട്ടുകാരെ നമുക്ക് നൽകിയിട്ടുള്ളത്? കുമാരനാശാൻ ജനനം എന്നാണ് 1873 ഏപ്രിൽ 12, മരണം 1924 ജനുവരി 16. എന്താണ്? ആധുനിക കവിത്രയത്തിലുള്ള ഒരാളാണല്ലേ. അനാചാരങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. അച്ഛൻ നാരായണൻ പെരുങ്ങാടി, അമ്മ കാളിയമ്മ. വീണപൂവ്, ലീല, നളിനി, ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ എന്നിവ പ്രധാന കൃതികൾ. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രിയ ശിഷ്യൻ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് നൽകിയിട്ടുള്ള ഹിൻസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കുമാരനാശാൻ്റെ ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാമല്ലോ. എളുപ്പമല്ലേ? ഓക്കെ, നമുക്ക് എഴുതാം. ആധുനിക കവിത്രയത്തിൽ ഒരാളായ കുമാരനാശാൻ 1873 ഏപ്രിൽ 12 ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നാരായണൻ പെരുങ്ങാടിയും അമ്മ കാളിയമ്മയുമാണ്. നെക്സ്റ്റ് എഴുതാം. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രിയ ശിഷ്യനായ അദ്ദേഹം അനാചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ചു. വീണപൂവ്, ലീല, നളിനി, ചണ്ടാല ഭിക്ഷുകി, ദുരവസ്ഥ എന്നിവ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട അദ്ദേഹം 1924 ജനുവരി 16 മരണപ്പെട്ടു. ഓക്കെ, എന്താണ്? സ്നേഹഗായകൻ, ആശയഗംഭീരൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ട അദ്ദേഹം 1924 ജനുവരി 16 മരണപ്പെട്ടു. പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 3, ആസ്വാദനക്കുറിപ്പ് എഴുതാം. വാർമഴവില്ലേ വന്നാലും വാനിൽ മടിയിലിരുന്നാലും കൺകുളിരുന്നു കാണുമ്പോൾ കരൾ നോവുന്നു മായുമ്പോൾ ആരു നിനക്ക് നിറമേകി ആരു നിനക്ക് നില നൽകി വന്നു കളിപ്പാൻ കൊതി തോന്നും നിന്നുടെ കൂടെ ഇവനെന്നും വാർമഴവില്ലേ മായല്ലേ അഴകിൻ തെല്ലേ പോകല്ലേ. മഴവില്ലിനെ കുറിച്ചുള്ള കുട്ടിയുടെ ചിന്തകൾ വായിച്ചല്ലോ. മഴവില്ല് പോലെ മനോഹരമായി വായിക്കാൻ കൊതി തോന്നുന്ന വരികളല്ലേ? മഴവില്ല് പോലെ മനോഹരമായി വായിക്കാൻ തോന്നുന്ന വരികളല്ലേ ഇതൊക്കെ? ഓക്കെ, വായിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഈ വരികൾക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കൂ. ആസ്വാദനക്കുറിപ്പ് എഴുതാനാണല്ലേ കൂട്ടുകാരെ? ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് കൂട്ടുകാർക്ക് അറിയാമല്ലോ. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതി നോക്കിയാലോ. ഓക്കെ, മഴവില്ലിൻ്റെ മനോഹരതയെക്കുറിച്ചുള്ള കുട്ടിയുടെ ചിന്തകളാണ് കവിതയിൽ കാണാൻ കഴിയുന്നത്. മഴവില്ലിനോട് ആകാശത്തിൻ്റെ മടിയിലിരിക്കാൻ കുട്ടി പറയുന്നു. മഴവില്ലിനെ കാണുമ്പോൾ കണ്ണ് ആനന്ദമേറുന്നു, കാണാതിരുന്നാൽ മനസ്സ് നോവുന്നു. മഴവില്ലിന് ഇത്ര നല്ല നിറങ്ങൾ നൽകിയത് ആരാണ് മഴവില്ലിനെ ഇതേപോലെ നിലനിർത്തുന്നത് എന്നൊക്കെയാണ് കുട്ടി കവിതയിലൂടെ മഴവില്ലിനോട് ചോദിക്കുന്നത്. കുട്ടിക്ക് മനോഹരമായ മഴവില്ലിൻ്റെ കൂടെ കളിക്കാനുള്ള കൊതിയും
കൂടെ കളിക്കാനുള്ള കൊതിയും കവിതയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അഴകിൻ്റെ റാണിയായ മഴവില്ലിനോട് മാഞ്ഞു പോകാതിരിക്കാൻ കുട്ടി കവിതയിലൂടെ അപേക്ഷിക്കുന്നു. വന്നു കളിക്കാൻ കൊതി തോന്നും നിന്നുടെ കൂടെ ഇവനെന്നും എന്ന വരി അവർ തമ്മിൽ ഉല്ലസിക്കുന്ന തരത്തിലുള്ള ഭാവന നൽകുന്നു. പ്രകൃതിയുടെ മനോഹാരിതകളിൽ ഒന്നായ മഴവില്ലിൻ്റെ ഏഴഴകിൻ്റെ വർണ്ണന കവിതയിലൂടെ വായനക്കാരെ കുളിരണിയിക്കുന്നു. ഓക്കെ കൂട്ടുകാരെ, കൂട്ടുകാരും ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമല്ലോ. ഓക്കെ, ദ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാലോ. ഓക്കെ, പ്രവർത്തനം 4, അഭിനന്ദന കത്തെഴുതാം. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഗീതുവിൻ്റെ അമ്മാവൻ്റെ മകൾ ശരണ്യയ്ക്ക് 100 മീറ്റർ ഓട്ട മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ചു. വളരെ പ്രയാസകരമായ കുടുംബ സാഹചര്യങ്ങൾക്കിടയിലും കഠിന പരിശ്രമം വഴി ശരണ്യ നേടിയ നേട്ടം എല്ലാവരെയും അതിശയിപ്പിച്ചു. ഈ വാർത്ത പത്രത്തിൽ വായിച്ച ഗീതു ശരണ്യ ചേച്ചിക്ക് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഒരു കത്ത് എഴുതാൻ തീരുമാനിച്ചു. ശരണ്യയ്ക്ക് ഒരു അഭിനന്ദന കത്ത് തയ്യാറാക്കൂ. ഓക്കെ കൂട്ടുകാരെ, നമ്മളോട് എങ്ങനെയുള്ള കത്താണ്? അഭിനന്ദന കത്താണല്ലേ എഴുതാൻ തയ്യാറാക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതി നോക്കിയാലോ. കത്തെഴുതുമ്പോൾ കൂട്ടുകാരൻ എന്ത് ചെയ്യുക? ഒരു കോർണറിലായിട്ട് തീയതിയും സ്ഥലവും ആദ്യം എഴുതുക. ദെൻ പ്രിയപ്പെട്ട ശരണ്യ ചേച്ചിക്ക്. ഓക്കെ, നമുക്ക് എഴുതാം. ചേച്ചിക്ക് സുഖം തന്നെയല്ലേ? ഞങ്ങൾക്ക് ഇവിടെ സുഖം തന്നെ. അമ്മാവനും അമ്മായിയും സുഖമായിരിക്കുന്നു. ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ചേച്ചിയുടെ പടം പത്രത്തിൽ കണ്ട് ഞങ്ങൾ എല്ലാവരും സന്തോഷിച്ചു. കേതൻ സമ്മാനം കിട്ടിയ വാർത്ത വായിച്ചപ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. ഞങ്ങൾ അടുത്ത ദിവസം തന്നെ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ചേച്ചിക്ക് എല്ലാ ആശംസകളും നേരുന്നു. ഇനിയും ഉയരങ്ങളിലെത്താൻ എല്ലാ പിന്തുണകളും നൽകുന്നു എന്ന് സ്നേഹത്തോടെ ഗീതു. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാരുടേതായി ഇമാജിനേഷൻ അനുസരിച്ച് എന്ത് ചെയ്യാവുന്നതാണ്? നിങ്ങൾക്ക് കത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് കോർണറിലായിട്ട് എന്തൊക്കെ ചെയ്യുക കൂട്ടുകാർ? തീയതിയും സ്ഥലവും എഴുതുക. ദെൻ പ്രിയപ്പെട്ട. ഓക്കെ, ദെൻ പേരെഴുതുക. പേര് നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ശരണ്യ അല്ലേ. സോ പ്രിയപ്പെട്ട ശരണ്യ ചേച്ചിക്ക് എന്ന് തുടങ്ങുക. ദെൻ ലാസ്റ്റ് എന്ത് എഴുതണം? യെസ് എന്ന് സ്നേഹത്തോടെ ഗീതു. അടുത്ത പ്രവർത്തനം നോക്കാം. കുറിപ്പെഴുതാം. താഴെ തന്നിരിക്കുന്ന കലാരൂപത്തിന്റെ പേരെഴുതുക. ഇതേതാണ് കലാരൂപം കൂട്ടുകാരെ? മനസ്സിലായല്ലേ? ഏതാണ്? യെസ്, ഒപ്പനയാണല്ലേ. ഓക്കെ, ദെൻ നമ്മുടെ നാട്ടിലും ഇതുപോലെ നമുക്ക് പ്രിയപ്പെട്ട കലാരൂപങ്ങളുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവയെ നമുക്ക് ഇഷ്ടമാകുന്നത്? എന്തൊക്കെ പ്രത്യേകതകളാണ് അവയ്ക്കുള്ളത്? മറ്റൊരാൾക്ക് വായിച്ചു മനസ്സിലാക്കാനായി ഏതെങ്കിലും ഒരു കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കൂ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യണം? കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കലാരൂപത്തെക്കുറിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നമുക്ക് എഴുതി നോക്കിയാലോ കൂട്ടുകാരെ. ഓക്കെ, നമുക്ക് തിരുവാതിര കളിയെക്കുറിച്ച് എഴുതിയാലോ. എന്തൊക്കെ എഴുതാം? കേരളത്തിലെ സ്ത്രീകൾ പരമ്പരാഗതമായി ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ധനുമാസത്തിലെ തിരുവാതിര. ഈ ആഘോഷത്തിലെ ചടങ്ങുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് തിരുവാതിരക്കളി. കൈകൊട്ടിക്കളി എന്നും ഇത് പറയാറുണ്ട്. കത്തിച്ചുവെച്ച നിലവിളക്കിനു സമീപം നിറവറയും അഷ്ടമംഗല്യവും കിണ്ടിയിൽ വെള്ളവും വയ്ക്കും. ഒന്നര മുണ്ടും വേഷ്ടിയുമാണ് കളിക്കാരുടെ വേഷം. ദെൻ ഗണേശസ്തുതിയോടും സരസ്വതി വന്ദനത്തോടും കൂടിയാണ് കളി തുടങ്ങുന്നത്. ആദ്യ അവസാനം വരെ വട്ടത്തിൽ നിന്നാണ് ഈ കളി നടത്തുന്നത്. കേരളീയ കലകളിൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കലാരൂപമാണ് തിരുവാതിരക്കളി. ഓക്കെ കൂട്ടുകാരെ, നെക്സ്റ്റ് നമുക്ക് കണ്യാർക്കളിയെക്കുറിച്ച് എഴുതിയാലോ. ഓക്കെ, എഴുതാം. പാലക്കാട് ജില്ലയിലെ അനുഷ്ഠാന നൃത്ത നാടകമാണ് കണ്യാർക്കളി. മേടമാസത്തിൽ ഭഗവതി കാവുകളിലാണ് കണ്യാർക്കളി നടത്തുന്നത്. ദേശത്തു കളി എന്നും ഈ കലാരൂപത്തിന് പേരുണ്ട്. ദേവസ്തുതികളുടെ കണ്യാർക്കളി ആരംഭിക്കും. ഒപ്പം നൃത്തവുമുണ്ട്. ഇടയ്ക്ക് പൊറാട്ടുകൾ രംഗത്ത് വരും. അമ്പലമുറ്റത്തെ കളിപ്പന്തലിലാണ് കണ്യാർക്കളി നടത്തുന്നത്. പന്തലിന് ചില പ്രത്യേകതകളുണ്ട്. പന്തലിന് 8 കാലുകൾ, 9ാമത്തെ നടുക്ക്. ആ കാലിൻ ചുവട്ടിൽ പീഠവും വാളും കുത്തുവിളക്കും വയ്ക്കും. ചെണ്ട, ചേങ്ങില, ഇലത്താളം, മദ്ദളം എന്നിവ പ്രധാന വാദ്യങ്ങൾ. 3 ദിവസം കൊണ്ട് കണ്യാർക്കളി പൂർത്തിയാകൂ. അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കലാരൂപത്തെക്കുറിച്ച് ഇതുപോലെ കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, ഇത് നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. പ്രവർത്തനം 6, കഥാപൂരണം. വെളുമ്പൻ മുയൽ കാട്ടിലൂടെ വിശന്ന് നടക്കുകയായിരുന്നു. അതുവഴി വന്ന മൈനപ്പെണ്ണ് പറഞ്ഞു, കാട്ടിനു വെളിയിൽ തേന്മാവിൻ കൊമ്പത്ത് നിറയെ മാമ്പഴമുണ്ടെന്ന്. നാവിൽ വെള്ളമൂറി. എങ്ങനെ കിട്ടും? വെളുമ്പൻ ചിന്തിച്ചു. നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് കഥ പൂർത്തിയാക്കൂ. കഥയ്ക്ക് യോജിച്ച പേരും നൽകണേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കൂട്ടുകാരെ. ഓക്കെ, നമുക്ക് കഥ എഴുതാം. കൂട്ടുകാർ എന്ത് ചെയ്യുക? കൂട്ടുകാരുടേതായ ഭാവനയിൽ എഴുതാൻ ശ്രമിച്ചു നോക്കുക. ഓക്കെ, നമുക്ക് സ്റ്റോറിക്ക് തേന്മാവിൻ കൊമ്പത്ത് പേര് എഴുതിയാലോ. ഓക്കെ, ഇത് നമുക്ക് എഴുതാം. ഒരിക്കൽ വെളുമ്പൻ മുയൽ കാട്ടിലൂടെ വിശന്ന് നടക്കുകയായിരുന്നു. അതുവഴി വന്ന മൈനപ്പെണ്ണ് പറഞ്ഞു, കാടിനു വെളിയിൽ തേന്മാവിൻ കൊമ്പത്ത് നിറയെ മാമ്പഴമുണ്ടെന്ന്. നാവിൽ വെള്ളം മൂറി. എങ്ങനെ കിട്ടും? വെളുമ്പൻ ചിന്തിച്ചു. കുറച്ചു ദൂരം നടന്നപ്പോൾ വെളുമ്പൻ മീനുമാനിനെ കണ്ടു. കാര്യം പറഞ്ഞു. എന്നാൽ അത് ആപത്താണെന്ന് മിന്നുമാൻ പറഞ്ഞു. പക്ഷേ ചുവന്നു മാമ്പഴക്കുലകൾ വെളുമ്പൻ്റെ മനസ്സിനെ താളം തെറ്റിച്ചു. ആരും കൂട്ടിനു വേണ്ട.
ഞാൻ കാടിനു വെളിയിൽ പോകും, മാമ്പഴങ്ങൾ പറിച്ചു കഴിക്കും, വെളുമ്പൻ തനിയെ പറഞ്ഞു. അങ്ങനെ വെളുമ്പൻ പാത്തും പതുങ്ങിയും കാടിനു വെളിയിലുള്ള തേന്മാവിൻ ചുവട്ടിലെത്തി. ഇത് ഒത്തിരി മുകളിലാണല്ലോ, എങ്ങനെ മാമ്പഴങ്ങൾ പറിക്കും? അപ്പോഴാണ് കുഞ്ഞനണ്ണാൻ ഒരു മരച്ചില്ലയിലിരുന്ന് മാമ്പഴം കഴിക്കുന്നത് കണ്ടത്. വെളുമ്പൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്കും കുറച്ച് മാമ്പഴങ്ങൾ താഴേക്ക് ഇട്ട് തരുമോ? അത് കേട്ടതും കുഞ്ഞൻ മാമ്പഴങ്ങൾ ഓരോന്നായി താഴേക്കിടാൻ തുടങ്ങി. വെളുമ്പൻ വിശപ്പ് മാറുവോളം കഴിച്ചു. തനിക്ക് വിശപ്പ് മാറ്റി തന്ന കുഞ്ഞനെണ്ണാനെ അവനൻ ചങ്ങാതിയാക്കി. ഓക്കെ കൂട്ടുകാർ ഇതുപോലെ കൂട്ടുകാരുടേതായ ഇമാജിനേഷൻ അനുസരിച്ച് കഥ പൂർത്തീകരിക്കുക. ഓക്കെ കൂട്ടുകാരെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ ബൈ.